വചനമൊഴി കൈത്താക്കാലം 1-ാം ഞായർ. വചനഭാഗം 1 രാജാക്കന്മാർ 18:30-39, സ്ലീഹന്മാരുടെ നടപടി 5:12-20, 1 കോരിന്തോസ് 1:9-16, ലൂക്കായുടെ സുവിശേഷം 18:7-14. പരിശുദ്ധാരൂപിയുടെ ആഗമനത്താലുള്ള സഭയുടെ ആരംഭവും സ്ലീഹന്മാരുടെ സുവിശേഷ പ്രഘോഷണവും അനുസ്മരിച്ച സ്ലീഹാകാലത്തിനു ശേഷം സഭയുടെ വളർച്ചയെയും ഫലദായകത്വത്തെയും അനുസ്മരിക്കുന്ന കൈത്താക്കാലത്തേക്ക് ആരാധനാ സമൂഹം പ്രവേശിക്കുകയാണ്. കൈത്ത എന്ന സുറിയാനി വാക്കിനർത്ഥം വേനൽ എന്നാണ്. സാധാരണയായി വേനൽക്കാലത്താണല്ലോ വൃക്ഷങ്ങൾ ധാരാളമായി ഫലം ചൂടുന്നത്. സ്ലീഹന്മാരുടെ പ്രവർത്തനത്തിലൂടെ വളർന്നു പന്തലിച്ച സഭ വിശുദ്ധിയുടെയും വിശ്വാസ സാക്ഷ്യത്തിന്റെയും ഫലം നൽകിയതിനെ അനുസ്മരിക്കുന്നതാണ് കൈത്താക്കാലം. മിശിഹായുടെ 12 സ്ലീഹന്മാരുടെ ഓർമ്മ തിരുനാൾ ആചരിച്ചുകൊണ്ടാണ് കൈത്താക്കാലം ആരംഭിക്കുന്നത്. സ്ലീഹന്മാരുടെയും പ്രേക്ഷിതരുടെയും പ്രവർത്തന ഫലമായി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സഭാ സമൂഹങ്ങൾ വളർന്നു വന്നതിനെയും രക്തസാക്ഷിത്വത്തിന്റെയും വിശുദ്ധിയുടെയും ഫലം ചൂടുന്നതിനെയുമാണ് ഈ കാലം ഓർമ്മിപ്പിക്കുന്നത്. ധീരമായ രക്തസാക്ഷികളെയും വിശുദ്ധരെയും ഈ ആരാധനാക്രമകാലത്തെ വെള്ളിയാഴ്ചകളിൽ പ്രത്യേകം അനുസ്മരിക്കുന്നു. നമ്മുടെ വിശ്വാസ ജീവിതത്തിന്റെ വളർച്ചയെയും ഫലങ്ങളെയും കുറിച്ച് ധ്യാനിക്കാനുള്ള അവസരമാണ് ഈ ആരാധനാക്രമ കാലഘട്ടം. ഓരോ വിശ്വാസിയും തനിക്ക് ലഭിച്ച വിശ്വാസം ജീവിക്കുന്നതും അത് തലമുറകളിലേക്ക് കൈമാറിക്കൊടുക്കുന്നതും സഭയുടെ വളർച്ചയുടെ അടയാളവും വിശ്വാസ ജീവിതത്തിന്റെ ഫലവുമാണ്. സാധാരണയായി പരിശുദ്ധ കുർബാനയിൽ ഒന്നാമത്തെ പ്രഘോഷണം തോറായിൽ നിന്നുമുള്ളതാണ്. എന്നാൽ ഇന്ന് ഒന്നാമത്തെ പ്രഘോഷണം രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നിന്നുമുള്ളതാണ് നാം ശ്രവിച്ചത്. വിശുദ്ധ ബൈബിളിലെ ആദ്യത്തെ 5 പുസ്തകങ്ങളായ പഞ്ചഗ്രന്ഥത്തിന്റെ പ്രധാന ഉള്ളടക്കം ഇസ്രായേൽ ജനത ദൈവത്തിന്റെ ഹിതമനുസരിച്ച് എപ്രകാരം ജീവിക്കണം എന്നതാണ്. തോറായ്ക്ക് ശേഷം വരുന്ന പുസ്തകങ്ങൾ ജോഷുവ മുതൽ മക്കവായർ വരെയുള്ള ചരിത്ര ഗ്രന്ഥങ്ങളിൽ തോറ അനുസരിച്ച് അഥവാ തോറായിൽ നിന്ന് അകന്ന് ജനം എപ്രകാരം ജീവിച്ചു എന്നതിന്റെ വിവരണമാണ് നാം കാണുന്നത്. ജനം തോറായിൽ നിന്ന് അകന്നു പോകുമ്പോൾ തോറ വ്യാഖ്യാനിച്ചു നൽകുന്നതിനും തോറായി അനുസരിച്ചുള്ള ജീവിതത്തിലേക്ക് ജനത്തെ തിരിച്ചു കൊണ്ടുവരുന്നതിനും ദൈവത്താൽ വിളിക്കപ്പെട്ടവരായിരുന്നു പ്രവാചകന്മാർ. രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നിന്നുമുള്ള വായനയിൽ വിശ്വാസ തീഷ്ണതയിൽ ജ്വലിക്കുന്ന ഏലിയ പ്രവാചകനെയാണ് കാണുന്നത്. സത്യദൈവത്തിലുള്ള വിശ്വാസം കാത്തു സൂക്ഷിക്കുന്നതിനു വേണ്ടി പ്രയത്നിക്കുന്ന ഏലിയ പ്രവാചകനെയാണ് നാം കാണുന്നത്. വിഗ്രഹാരാധനയിലേക്ക് വീണുപോയിരുന്ന ഇസ്രായേൽ ജനത്തെ വിശ്വാസത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയാണ് പ്രവാചകൻ ചെയ്യുന്നത്. പ്രവാചകൻ പ്രാർത്ഥിക്കുന്നത് അബ്രാഹത്തിന്റെയും ഇസഹാക്കിന്റെയും ഇസ്രായേലിന്റെയും ദൈവമേ എന്ന് വിളിച്ചുകൊണ്ടാണ്. ഏലിയ പ്രവാചകന്റെ വിശ്വാസ തീഷ്ണതയ്ക്ക് ഉന്നതങ്ങളിൽ നിന്നുള്ള ഉത്തരമെന്ന വിധം ആകാശത്ത് നിന്ന് അഗ്നി ഇറങ്ങി ബലിവസ്തു സ്വീകരിച്ചതുപോലെ സ്ലീഹന്മാരുടെ പ്രവർത്തനങ്ങൾക്ക് അത്ഭുതങ്ങളിലൂടെയും അടയാളങ്ങളിലൂടെയും സാക്ഷ്യം നൽകപ്പെടുന്നതും മിശിഹായിൽ വിശ്വസിക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നതുമാണ് സ്ലീഹന്മാരുടെ പ്രവർത്തനങ്ങളിൽ നിന്നുമുള്ള വായനയിൽ നാം ശ്രവിക്കുന്നത്. അപ്പസ്തോലന്മാർ പ്രസംഗിച്ചിരുന്ന നവജീവന്റെ വചനം സ്വീകരിക്കുന്നവർ ഏകമനസ്സോടെ ദൈവാലയത്തിൽ ഒന്നിച്ചുകൂടിയിരുന്നു. സഭയ്ക്കുണ്ടായിരിക്കേണ്ട പ്രധാന ഫലമായി പൗലോസ്ലീഹ കോരിന്തോസിലെ സഭയെ ഓർമ്മിപ്പിക്കുന്നത് മനസ്സിലും ചിന്തയിലും ഐക്യമുള്ളവരായിരിക്കുക എന്നതാണ്. കോരിന്തോസിലെ സഭയിൽ കലഹങ്ങളും ഭിന്നതകളും നിലനിന്നിരുന്നപ്പോൾ കർത്താവിന്റെ നാമത്തിൽ പൗലോസ്ലീഹയുടെ അപേക്ഷ അവയെല്ലാം ഉപേക്ഷിച്ച് ഐക്യമുള്ളവരായി മാറുവാനാണ്. പലവിധ കാരണങ്ങൾ പറഞ്ഞ് കലഹങ്ങളും ഭിന്നതകളും സൃഷ്ടിക്കുന്ന ഓരോ സഭാ സമൂഹങ്ങളോടും കർത്താവിന്റെ നാമത്തിൽ ശ്ലീഹ ആവർത്തിക്കുന്നു, ഐക്യമുള്ളവരായിരിക്കുവിൻ, മിശിഹ വിഭജിക്കപ്പെടാതിരിക്കട്ടെ. ഇന്നത്തെ സുവിശേഷം പറഞ്ഞു തരുന്നത് സഭാസമൂഹം കൂട്ടായ്മയിൽ വളരുന്നതിന് അത്യാവശ്യമായ 2 കാര്യങ്ങളാണ്. ഒരു സാബത്ത് വിരുന്നിന്റെ പശ്ചാത്തലത്തിലാണ് ഈശോ ഇത് പഠിപ്പിക്കുന്നത്. ആദ്യം ഈശോ പറയുന്നത് എളിമയുള്ളവരായിരിക്കുക എന്നതാണ്. ഓരോരുത്തരും അപരനെ തങ്ങളെക്കാൾ ബഹുമാന്യരായി കരുതുക. മറ്റുള്ളവരോടുള്ള ഈ കരുതൽ സമൂഹത്തെ കൂട്ടായ്മയിൽ നിലനിർത്തും. രണ്ടാമതായി ഈശോ പഠിപ്പിക്കുന്നത്
പ്രതിഫലം പ്രതീക്ഷിക്കാതെ നന്മ ചെയ്യുക എന്നതാണ്. നിനക്കൊന്നും തിരിച്ചു നൽകാൻ പറ്റാത്തവരെ നിന്റെ മനസ്സിൽ ഒന്നാമത് നിർത്തണം എന്ന പാഠം എത്രയോ മനോഹരം. വിരുന്നു വീട്ടിലെ തിരക്കിനിടയിലും അവിടുത്തെ മനസ്സ് ആദ്യം പതിച്ചത് കൈ ശോഷിച്ചവനിലാണ്. ഈ വചനങ്ങൾ ധ്യാനിക്കുമ്പോൾ നമുക്ക് ബോധ്യമാകുന്നു, നമ്മളാകുന്ന സഭ ഇനിയും വളരേണ്ടിയിരിക്കുന്നു, ഫലം നൽകേണ്ടിയിരിക്കുന്നു. നാം ആയിരിക്കുന്ന സഭാസമൂഹം കൂട്ടായ്മയും ഐക്യവും എളിമയും കരുതലും കരുണയും നിറഞ്ഞ ഒന്നാകുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.